ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് നമ്മൾ അക്വേറിയം ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്ലാസ്റ്റിക് ചെടികളും അതുപോലെ തന്നെ ലൈവായിട്ടുള്ള നാച്ചുറൽ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്, ഒരു പോസിറ്റീവ് നെഗറ്റീവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു കമ്പാരിസൺ വീഡിയോ, അതായത് ഇതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാം ഇതിൻ്റെ നാച്ചുറൽ ലുക്ക് അല്ലെങ്കിൽ ഫീല്. അപ്പോൾ ലൈവ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ലുക്കായിരിക്കും അല്ലെങ്കിൽ ഫീലായിരിക്കും കാണുമ്പോൾ തന്നെ. ഇപ്പോൾ നമുക്കറിയാം അത് നമ്മൾ അക്വേറിയത്തിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് നാച്ചുറലായിട്ട് തന്നെ എയറേഷനൊക്കെ കൊടുക്കുമ്പോൾ ആടി നാച്ചുറലായിട്ടുള്ള ഒരു ലുക്ക് തന്നെ കിട്ടും. അതേസമയം ആർട്ടിഫിഷ്യൽ ചെടികളാണെന്നുണ്ടെങ്കിൽ ഈ വടി പോലെ ഇങ്ങനെ നിൽക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ വരും. അത് വിചാരിച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ ചെടികൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെടികളൊക്കെ പൊട്ടയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ രണ്ട് കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ചില അക്വേറിയങ്ങളിലൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈവ് പ്ലാന്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ചില മീനുകളൊക്കെ ലൈവ് പ്ലാന്റ്സ് കടിച്ച് പറിക്കുന്ന ഈ സിക്ലിഡ് പോലുള്ള മീനുകളൊക്കെ കടിച്ച് നശിപ്പിക്കുന്ന മീനുകളാണ്. അപ്പോൾ അവർക്ക് ഒന്നും നമുക്ക് ലൈവ് പ്ലാന്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി രണ്ട് ടൈപ്പിനെയും കുറ്റം പറയുന്നില്ല, കാരണം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് ലുക്കാണ്. അതായത് ലൈവ് പ്ലാന്റ്സിന് നാച്ചുറൽ ലുക്ക് കിട്ടും. അതേസമയം നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലുക്ക് തന്നെയാണ് വരുന്നത്, ആർട്ടിഫിഷ്യൽ ലുക്ക് തന്നെയാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് വെള്ളത്തിൽ അത് ചെയ്യുന്ന ഗുണങ്ങൾ. അതായത് അപ്പോൾ നാച്ചുറൽ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, അതായത് ഫിഷിൻ്റെ വേസ്റ്റ് അത് വെള്ളത്തിലേക്ക് വന്ന് അത് അമോണിയാണ് സംഭവം. അത് പിന്നീട് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് അതിനെ നൈട്രൈറ്റ്സ് ആക്കും, പിന്നെ അതിനെ നൈട്രേറ്റ്സ് ആക്കും. ഈ നൈട്രേറ്റ്സ് ലൈവ് പ്ലാന്റ്സ് അല്ലെങ്കിൽ നാച്ചുറൽ പ്ലാന്റ്സ് വലിച്ച് വളമായിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതേസമയം പ്ലാസ്റ്റിക് ചെടികൾ ഇതൊന്നും ചെയ്യില്ല. ഇത്തരത്തിൽ നൈട്രേറ്റ്സ് വലിച്ചെടുക്കുന്ന പരിപാടിയൊന്നും അവർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഇത്തരത്തിലുള്ള ഫിൽട്രേഷൻ പരിപാടികളൊന്നും ചെയ്യില്ല. അതേസമയം നാച്ചുറൽ പ്ലാന്റ്സ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള നൈട്രേറ്റ്സ് ഒക്കെ അബ്സോർബ് ചെയ്ത് ഫിൽട്രേഷനൊക്കെ ചെയ്യും. ഇനി നമ്മൾ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മുടെ നാച്ചുറൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ലൈവ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് അത് നമ്മുടെ CO2 അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് വെള്ളത്തിലേക്ക്. അതായത് നമ്മൾ എയറേഷനൊക്കെ കൊടുക്കുന്ന ആ പരിപാടി നമ്മൾ വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പരിപാടി നാച്ചുറലായിട്ട് നമ്മുടെ ചെടികൾ ചെയ്യുന്നുണ്ട്, നാച്ചുറൽ ചെടികൾ ചെയ്യുന്നുണ്ട്. അതായത് വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. അതേസമയം പ്ലാസ്റ്റിക് ചെടികളാണെങ്കിലോ ഇതൊന്നും ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള ഒരു ഫംഗ്ഷൻസും പ്ലാസ്റ്റിക് ചെടികൾ ചെയ്യുന്നില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഷെൽട്ടർ. അതായത് ഇവർക്ക് ഹൈഡിങ് സ്പോട്ട്, ഹൈഡ് ചെയ്ത് നിൽക്കാനൊക്കെ, അതായത് ബ്രീഡിങ്ങിൻ്റെ സമയത്തൊക്കെ മീനുകൾ ചെടികളുടെ ആ ഒരു ഇത് ഹൈഡിങ് സ്പോട്ടായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഷൈ ആയിട്ടുള്ള മീനുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മീനുകൾ തമ്മിൽ കടിപിടി കൂടുന്ന സമയത്തൊക്കെ അവർക്ക് ഒളിച്ച് നിൽക്കാനായിട്ട് ഈ ചെടികൾ ഒരു മറയാണ്. ഈ ഒരു കാര്യം രണ്ട് ചെടികളും ചെയ്യുന്നുണ്ട്. അത് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സും ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ചെടികളും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും കൂടുതൽ മീനുകൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് കൂടുതലും നമ്മുടെ നാച്ചുറൽ പ്ലാന്റ്സിൻ്റെ ആ ഒരു മറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് ചെടികളും ആ മറ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, എങ്കിലും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് നാച്ചുറൽ പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക് ചെടികളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മറയായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് മീനുകൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യതയും കൂടിയുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് ചെടികൾക്ക്. ഈ ഒരു പ്രശ്നം നാച്ചുറൽ പ്ലാന്റ്സിനില്ല. ഇനി അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് മെയിൻ്റനൻസ് ആണ്. ഇത് പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതായത് വളരെ കുറവ് മെയിൻ്റനൻസ് ആണ് അതിന് വരുന്നത്. ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതേസമയം നമ്മുടെ നാച്ചുറൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ലൈവ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അതിൻ്റെ ട്രിമ്മിങ്ങും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ലൈറ്റ് കൊടുക്കുന്നത്, പിന്നെ നമ്മൾ മീനുകളില്ലാത്ത അക്വേറിയങ്ങളാണെങ്കിൽ അതിനകത്ത് ലിക്വിഡ് ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്, അതൊരു മെയിൻ്റനൻസ് തന്നെയാണ്. നാച്ചുറൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ലൈവ് പ്ലാന്റ്സ് നല്ല രീതിയിൽ കെയർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. പ്ലാസ്റ്റിക് ചെടികൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളതൊക്കെയാണ്. ലൈവ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പല പ്രൈസിൽ വരുന്നുണ്ട്. അതായത് കൂടിയ പ്രൈസിലുള്ള ചെടികളും ഉണ്ട് നമ്മുടെ നാച്ചുറൽ പ്ലാന്റ്സ്, അതേസമയം കുറഞ്ഞ വിലയ്ക്കും വരുന്നുണ്ട്. പക്ഷേ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. നാച്ചുറൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ലൈവ് പ്ലാന്റ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ടൈം ആൻഡ് എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് ലൈവ് പ്ലാന്റ്സ് അല്ലെങ്കിൽ നാച്ചുറൽ പ്ലാന്റ്സിൽ. എന്നാൽ മാത്രമാണ് അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. അതേസമയം പ്ലാസ്റ്റിക് ചെടികളാണെങ്കിലോ പല പ്രൈസിൽ വരുന്നുണ്ട് മാർക്കറ്റിൽ, പല ബ്രാൻഡുകളുടെ കൂടിയതും കുറഞ്ഞതും ഒക്കെ. ഒറ്റത്തവണ നമ്മൾ വാങ്ങി ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നാച്ചുറൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ലൈവ് പ്ലാന്റ്സിൻ്റെ പോലെ വളർത്തി പ്രൊപ്പഗേറ്റ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് മാത്രം. നാച്ചുറൽ പ്ലാന്റ്സ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ടൈം ആൻഡ് എനർജി ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല രീതിയിൽ കെയർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കാം, ലോങ് ലാസ്റ്റ് ചെയ്യും, പിന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാനും സാധിക്കും. ഇനി അവസാനത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കമ്പാറ്റിബിലിറ്റിയാണ്. അതായത് എല്ലാ അക്വേറിയങ്ങളിലും ഇത്തരം ലൈവ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത്.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 2 പ്ലാന്റ്സിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ലൈവ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ചില അക്വേറിയങ്ങൾ നമുക്ക് തീരെ സ്യൂട്ടബിൾ അല്ല. ഉദാഹരണത്തിന് സിക്ലിഡുകളൊക്കെ കിടക്കുന്ന അക്വേറിയത്തിൽ തീരെ സ്യൂട്ടബിൾ അല്ല. അവരത് കടിച്ച് മൊത്തത്തിൽ അങ്ങ് നശിപ്പിക്കും. ചില സാഹചര്യങ്ങളിൽ ഇവർ കടിച്ച് കടപുഴക്കിയൊക്കെ ഇടാറുണ്ട് ഇത്തരം നാച്ചുറൽ പ്ലാന്റ്സ്. അത്തരം അക്വേറിയങ്ങളിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഈ പ്ലാസ്റ്റിക് ചെടികൾ തന്നെ വെക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മോൺസ്റ്റർ ഫിഷുകളുടെ അക്വേറിയങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോകളിലൊക്കെ. അതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ്. പ്ലെയിൻ ആയിട്ടുള്ള അക്വേറിയങ്ങളിൽ പലതരത്തിലുള്ള ഡ്രിഫ്റ്റ് വുഡ് അതുപോലുള്ള സംഭവങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അക്വേറിയത്തിലിടുന്ന മീനുകളുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഇതിൽ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് പ്ലാന്റ്സോ അല്ലെങ്കിൽ നാച്ചുറൽ പ്ലാന്റ്സോ യൂസ് ചെയ്യാം. അപ്പോൾ നാച്ചുറൽ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.